ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് മഹത്വപ്പെടുത്താം. വചനത്തിൽ ഇങ്ങനെ വാക്യം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നമുക്കൊരിക്കൽ കൂടെ ഒന്ന് ചേർന്ന് പറയാം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. കേവലം ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുവാനല്ല ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ കർത്താവായ യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരു വ്യക്തിയെയും ലജ്ജിതരായി വിടുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. ഇത്രത്തോളം നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായിരിക്കാം, നിരാശകൾ ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, ഞെരുക്കമുണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ പിറുപിറുപ്പോടെ ഇരിക്കാതെ, മ്ലാനതയോടെ ഇരിക്കാതെ, വായ്കളെ തുറന്ന് ആ മുഖം എൻ്റെ കർത്താവിങ്കിലേക്ക് മാത്രം ഞാൻ നോക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. ഹല്ലേലൂയ. ചേറ്റിൽ കടന്ന, നാറ്റം വമിച്ച് കടന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഇത്രയും മാന്യമാക്കി ദൈവം ഉയർത്തിയെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ, ആരാധ്യത്തോടെ കർത്താവിന് ഇന്ന് പകലിൽ നമുക്ക് കരങ്ങളെ ചേർത്തടിച്ച് മഹത്വപ്പെടുത്താം.